സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ആ മമ്മൂൻ്റെ ആ പെണ്ണിൻ്റെ വെറൈറ്റി മീഡിയൻ്റെ കേസ് അല്ലേ? അതന്നെയല്ലേ ഇപ്പം എല്ലാവരും വായിലുള്ളതും. അപ്പോൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തണ ആ രണ്ടാൾ പൊട്ടനാണ്. പൊട്ടനെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. വിവരം എന്ന് പറഞ്ഞ സാധനം അടുത്തു കൂടെ പോവാത്ത രണ്ടാൾക്കാരാണത്. അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് പറയാനാ? അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലൈവ് പ്രോഗ്രാം അല്ലായിരുന്നു അല്ലേ? വീഡിയോ എടുത്തിട്ട് ചെയ്തതാണ്. ഇത് ചാനലിൽ റീച്ച് കിട്ടാനും ചാനലിലെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ചാനലിലൊന്നും ആക്കാൻ വേണ്ടിയിട്ടും മാത്രം ചെയ്തൊരു സംഭവമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞാൽ ഇത് ലൈവ് ആണെങ്കിൽ ഓൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ചെക്കൻ പറഞ്ഞതും ആ പെണ്ണ് പറഞ്ഞതും അവിടെ കട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് ഓൾക്ക് കട്ട് ചെയ്യാൻ പറ്റൂലേനോ? ഇത് ഓൾക്ക് ഇടുന്നതിന് മുന്നേ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പ്രശ്നം നടക്കേണ്ട സമയമുണ്ടോ? അതാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ എന്തും തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഇല്ല. അതാണ് പറയണത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ മമ്മൂൻ്റെ ഈ കേസ്. അതാണ് നമ്മളെ നാട്ടിൽ ഈ വായന കൊണ്ട് എന്ത് തുറന്നടിച്ച് പറയുക. ആരോട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. അതാണ് ഒരു ചാനലിലും പറഞ്ഞാൽ പ്രശ്നമില്ല, ഒന്നിലും പറഞ്ഞാൽ പ്രശ്നമില്ല. അതാണ് ഇവിടെ വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓൽക്കത് കട്ട് ചെയ്തിട്ടെങ്കിൽ എത്രയും പ്രശ്നം നടക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയേണ്ടത്. അതാണ് മനസ്സിലാക്കണം. നമ്മളെ നാട്ടിൽ എന്തും തുറന്നടിച്ച് പറയാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ കയറി പച്ചക്ക് തെറിയും മറ്റതും പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിന് പറഞ്ഞ ഈ ചെക്കനതാക്കിയിട്ട് ഒരു കാര്യമില്ല. ചെക്കൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഓരോന്ന് ചെയ്ത് കൂട്ടിയതാണ്. അതാദ്യം മനസ്സിലാക്കണം.